വെച്ചിരിക്കുന്നത്? നിങ്ങൾ വരുന്നില്ലേ ജോലിക്കും കൂലിക്കൊന്നും? പിന്നെ ഞാൻ ജോലിക്ക് വരാൻ പോവില്ലേ? കുമാരി ചേച്ചി മീൻ കണ്ടിക്കാൻ നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞ അത് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇടരുത്, നിർത്തി പരിക്കണോന്ന്. അല്ലേ നിങ്ങൾ പരിക്കുന്നത്? ഞാൻ ചടന്നാണ് പഠിക്കുന്നത്. നിന്റെ കാര്യം നോക്കണം. നീ എന്താണ് സംസാരിക്കുന്നത്? സംസാരിക്കാൻ നിങ്ങളുടെ ചെലവിലൊന്നും അല്ലെ രാജി വരുന്നത്. എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് നേരം എടുത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലിരുത്തിയാണ് എനിക്ക് ചോറ് തരുന്നത്. എന്റെ ഭർത്താവ് കഷ്ടപ്പെടാൻ പോയി കഷ്ടപ്പെട്ട് പൈസ മേടിച്ച് ഞാൻ റോട്ടി ഇരുത്തിയാണ് ചോറ് തരുന്നത്. രാജി ആവശ്യമില്ല. നിർത്തി പൊരിക്കാൻ ഇവിടെ മീൻ കട്ടിയത്. ഇന്നലെ കുമാരി ചേച്ചി മീൻ പൊരിക്കാൻ ഞാൻ നിർത്തി പൊരിച്ച മീനാണ്. ആ പൊരിച്ചങ്ങോട്ട് വെച്ചത് ആ ഉള്ളത് വലിയ പൊരിച്ച മീൻ നോക്കി നിന്റെ ആ കല്ല് പൂച്ച ഒന്ന് വലിച്ചെടുത്തോണ്ട് പൂച്ച പറയരുത്. പൂച്ച പറഞ്ഞല്ല, ഓടി എടുത്തോണ്ട് പോയി. ഞാൻ ആ പൂച്ചയുടെ വായിന്ന് പിടിച്ചെടുത്താണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചത്. അവര് കണ്ടെങ്കിൽ എന്റെ ജോലി പോകുമോ? അവര് പറഞ്ഞില്ല പൊരിച്ച മീൻ എന്തോ ഇതെന്ന്. ഞാൻ വെക്കം കൊണ്ടുവന്ന് നദി വെച്ച് ആ പൂച്ചയുടെ വായിന്ന് പിടിച്ചു കേട്ടാ. നിങ്ങൾ അത് കൊടുത്തല്ല. എന്നോട് കുറച്ച് ദിവസമായിട്ട് ശകുന്തള ചോദിക്കുന്ന എവിടെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു. ഞാനിത് കുമാരി ചേച്ചിയുടെ പറഞ്ഞു കൊടുക്കും. പൂച്ചയുടെ വായി എടുത്തോണ്ട് വന്ന മീനാണ് നിങ്ങളെ കൊണ്ട് തീറ്റിച്ചത്. അതുകൊണ്ട് ശകുന്തള കേൾക്കാൻ ഞാൻ പറയും. മതി മറന്നിരുന്ന് മെമ്പറെ വിളിച്ച് സ്വപ്നലോകത്ത് മെമ്പറെ വിളിച്ചോണ്ട് ഇരുന്നിട്ട് പൂച്ച വന്നെടുത്തോണ്ട് പോയി. അത് എന്റെ പൂച്ച എന്റെ മീനും. അല്ല, ഞാൻ സ്വപ്നലോകത്തിരുന്ന് വേറെ നിന്നെ വിളിക്കാം. നീ പടി.